ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫ്ലവർ നെയിൽസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ റോസൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടി ഫ്ലവർ നെയിൽസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒട്ടും തന്നെ ചിലവില്ലാതെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അതും വീട്ടിൽ അധികം ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഈ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലൊക്കെ, ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ നല്ല കട്ടിയുള്ള അടപ്പുണ്ടാവും. അപ്പോൾ നല്ല കട്ടിയുള്ള അടപ്പ് വേണം നമ്മൾ ഈ ഒരു ഫ്ലവർ നെയിൽസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. എപ്പോഴും നല്ല കട്ടിയുള്ള അടപ്പായിരിക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലൊരു നട്ടും ബോൾട്ടും ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയ സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതായത് നമ്മൾ ആ ഒരു ഫ്ലവർ നെയിൽസ് പിടിക്കാനുള്ള ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ നെയിൽസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, ആ ഒരു അടപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതൊന്നും വേണ്ട, ഒരു ഹാമർ വെച്ചിട്ട് നല്ല ഒരു അടി വെച്ച് കൊടുത്താൽ മതി, അവിടെ ഒരു ഹോൾ വീണോളും. ഇനി ഈ ഒരു അടപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഹോള് വീഴും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഫിറ്റായിട്ടിരിക്കും. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏകദേശം നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു ബേസ്, ആ ഒരു ഫ്ലവർ നെയിൽസിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ബേസിൽ എന്തെങ്കിലും, ആ ഒരു ബോൾട്ടിൻ്റെ ബേസിൽ എന്തെങ്കിലും വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്കിത് പിടിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇനി അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കല്ലെങ്കിലും ആ ഒരു സ്ക്രൂവിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് പിടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2-3 മടക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഹൈറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടും. ഇനി അതൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു വേറൊരു പീസ് അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഫുള്ളായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഷേപ്പ് ആവുന്നവരെ, അതായത് ഒരു പ്ലെയിൻ ഷേപ്പ് ആവുന്നത് വരെ നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ 2 പ്രാവശ്യം നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും പുറത്ത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലധികം ഉപയോഗിക്കാത്ത സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.